ഹായ് ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു സംഭവമാണ്. ഇത് നമ്മുടെ എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു എംബ്രോയ്ഡറി റിംഗ് ആണ്. ഇത് വെച്ചിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് എല്ലാ പെൺകുട്ടികൾക്കും ഉള്ളൊരു പ്രശ്നമാണ്, ഒരു നല്ലൊരു ഓർഗനൈസർ ഇല്ല. അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ലൊരു ഓർഗനൈസർ ചെയ്തെടുത്താൽ നമ്മുടെ ജുവല്ലറീസ് സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു അടിപൊളിയായിട്ടൊരു എന്താണ് ഒരു ഓർഗനൈസർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമുക്ക് ഈ ഒരു റിങ് വന്നിട്ട് ജസ്റ്റ് ഞാനൊരു മീഡിയം കുറച്ചും കൂടെ അതിനേക്കാളും കുറച്ചും കൂടെ വലിയൊരു ഇതാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് എടുത്തിട്ട് ഇതേപോലെ അത് സ്ക്രൂ അഴിച്ചെടുക്കുമ്പോൾ ഇതേപോലെ രണ്ട് ഇതായിട്ട് വരും. അപ്പോൾ അതിനകത്ത് ഒരു ഭാഗം മാറ്റി വയ്ക്കുക. എന്നിട്ട് ഞാൻ അതിന് ശേഷം എടുക്കുന്ന ഈ ഒരു നെറ്റിൻ്റെ പഴയ ഇവിടെ വീട്ടിലുണ്ടായിരുന്ന ഒരു തുണിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പഴയ ഈ ഷോളോ അങ്ങനത്തെയൊക്കെ പഴയതുണ്ടാവില്ലേ, അതോ അല്ലെങ്കിൽ ഈ ഓർഗൻസ ക്ലോത്ത് അങ്ങനത്തെ എല്ലാം ഡിസൈനുള്ള എന്ത് ഈ കലങ്കാരി ടൈപ്പ് അങ്ങനത്തെ ഏത് ക്ലോത്ത് എടുത്താലും മതി. അപ്പോൾ ഞാൻ ഈ ഒരു നെറ്റിൻ്റെ തുണിയാണ് എടുത്തേക്കുന്നത്. ഇതെടുത്തിട്ട് ഞാൻ ഒരു 2 പാർട്ടായിട്ട് മടക്കുന്നുണ്ട്. ഒന്നിനേക്കാൾ നല്ല ഈ നെറ്റൊക്കെ എടുക്കുമ്പോൾ 2 ലെയറായിട്ട് എടുക്കണം. കുറച്ചും കൂടി കട്ടി കിട്ടാൻ വേണ്ടിയിട്ടും കൂടിയിട്ടാണ്. അപ്പോൾ ഒരു ബലമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 2 പാർട്ടായിട്ട് എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ റിങ് എടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് നമുക്ക് എത്ര തുണി വേണോ അത്രയൊന്ന് മെഷർ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഞാൻ അപ്പോൾ ആ ഒരു റൗണ്ടിൻ്റെ ഇച്ചിരി ഒരു 3 സെൻറ്റിമീറ്റർ വിട്ടിട്ട് നമ്മൾ ആ ഒരു തുണി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത്രയും ആവശ്യത്തിനുള്ള തുണി കട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു റിങ്ങിനകത്തോട്ട് വെച്ചിട്ട് അതിനൊന്ന് ക്ലോസ് ചെയ്യാം. എന്ന് വെച്ചാൽ അതിനകത്ത് ഒരു സ്ക്രൂ ഉള്ള പാർട്ട് മുകളിലും മറ്റേ ഒരു സ്ക്രൂ ഇല്ലാത്ത പ്ലെയിൻ ആയിട്ടുള്ള പാർട്ട് താഴെയും വരുന്ന രീതിയിൽ വേണം ഇത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ആക്കിയിട്ട് നന്നായിട്ട് ടൈറ്റ് ആവും നമ്മൾ വെക്കുമ്പോൾ. ഇൻ കേസ് നിങ്ങൾക്കത് ടൈറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ എടുത്തിട്ട് ജസ്റ്റ് ഇതേപോലെ വന്നിട്ടൊന്ന് സ്ക്രൂ ഒന്ന് ലൂസാക്കിയിട്ട് ഒന്ന് വലിച്ചു കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുമ്പോൾ അത് നന്നായിട്ട് ടൈറ്റായിട്ടിരുന്നോളൂ. നന്നായിട്ട് ടൈറ്റായിട്ടിരുന്നാലേ അതിനൊരു അത്ര ഒരു ഭംഗി കിട്ടത്തുള്ളൂ. ലൂസായിട്ടിരിക്കുമ്പോൾ അങ്ങ് ഒരുമാതിരി ഇരിക്കും. അപ്പോൾ അങ്ങനെ നന്നായിട്ട് ടൈറ്റാക്കി കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് നമ്മൾ ആ സ്ക്രൂ ഒന്ന് പിന്നെയും മുറുക്കി വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ആ ഒരു എക്സ്ട്രാ ഉള്ള അതിൻ്റെ ബാക്കിയുള്ള തുണി ഉണ്ടായില്ലേ അത് ഫുള്ളായിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കളയുക. ഫുള്ളായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതേപോലെ നമ്മുടെ സിഗരറ്റ് ലാമ്പ് ഉണ്ടാവില്ലേ ആ ലാമ്പ് എടുത്തിട്ട് ആ ഒരു എക്സ്ട്രാ ഉള്ള ഭാഗം ഒന്ന് കരിച്ച് കളയും. ഒന്ന് കരിച്ച് കളഞ്ഞാൽ അത്ര ഒരു ഇത് ഒഴിവാക്കി കിട്ടും. അത്ര ഒരു എക്സ്ട്രാ ഇങ്ങനെ വരുന്നത് ഒഴിവാക്കി കിട്ടും. പിന്നെ ഞാൻ നമ്മളൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഈ ഒരു ഇതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഹൈഡ്രാഞ്ചി എന്ന് പറഞ്ഞിട്ടൊരു ഫ്ലവറുണ്ട്. അത് ഉണങ്ങിയതാണ്. അത് ഉണങ്ങിയ കാണാൻ നല്ല ഭംഗിയാണ്. നിങ്ങൾക്ക് ഇതൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് ഫ്ലവർ ആയാലും മതി, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ലീവ്സ് ആയാലും മതി, അല്ലെങ്കിൽ എന്തെങ്കിലും ഉണങ്ങിയ ഇതുപോലെ പൂക്കൾ ശേഖരിച്ച് വെച്ചാൽ നമുക്കിതുപോലെ ഡെക്കറേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പം ഞാൻ ഇത് എന്താണെന്ന് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതെടുത്തിട്ട് കുറച്ച് ഗോൾഡൻ ആക്രിലിക് പെയിൻ്റ് ഉണ്ടാവില്ലേ അതെടുത്ത് അതിന് പുറത്തോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇമ്പോർട്ടൻ്റ് നല്ല കൊടുത്തച്ചിട്ട് നല്ല ഭംഗിയായിട്ടിരിക്കും. അത് ഞാൻ ഫുള്ളും ആ ഒരു ഫ്ലവറിനകത്ത് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഒരു കെട്ട് പൂവ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനതിങ്ങനെ എന്തെങ്കിലും വീട്ടിൽ എന്തെങ്കിലും ഫോട്ടോഷൂട്ടിനൊക്കെ വന്നിട്ട് ബാക്കി വരുന്ന ഫ്ലവർ ഇതുപോലെ സൂക്ഷിച്ച് വയ്ക്കും. അങ്ങനെ അത് ഇങ്ങനെ ഉണങ്ങി കിട്ടുമ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് എടുത്തിട്ട് നമ്മൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഒട്ടിക്കാം. മറ്റേ നമ്മൾ സാധാരണ നമ്മുടെ ഫെവിക്കോൾ ഉപയോഗിച്ചാലും മതി, പക്ഷേ അത് കുറേ ടൈം എടുക്കും. അങ്ങനെ ചെയ്താൽ അതിനൊക്കെ നല്ല ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ചെയ്താൽ പെട്ടെന്ന് നമുക്കത് ഒട്ടി കിട്ടും. ഭയങ്കര ടൈം സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനത് ഫുള്ളായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ അതൊരു കാർഡ് പോലെ ഒരു വൃത്തിക്കല്ല ഇരിക്കുന്നത്. ഇനി നമുക്കത് കറക്റ്റ് നമ്മുടെ ആ ഒരു ഇത് കൊണ്ടിട്ട് കത്ര കൊണ്ടിട്ട് നന്നായിട്ടൊന്ന് വെട്ടിക്കൊടുക്കുക, ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മളിങ്ങനെ ഈ ചെടികളൊക്കെ പടർന്ന് കിടക്കുമ്പോൾ നമ്മൾ വെട്ടി ഷേപ്പ് ആക്കത്തില്ല, അതേപോലെ ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെ തുണിക്ക് വെക്കുന്ന ലേസ് ഇല്ലേ, ഇങ്ങനെ സ്വീക്കൻസൊക്കെ ഉള്ള ലേസ് അങ്ങനത്തെ ഉണ്ടെങ്കിൽ അതെടുക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഈ പോം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വേണമെങ്കിൽ എടുക്കാം. അല്ലെങ്കിൽ ലേസിൻ്റെ വേറെ പല മോഡലുകളിലുള്ളതുണ്ട്, ഗോൾഡൻ ഷെയ്ഡിലുള്ള അത് ഏത് വേണമെങ്കിലും എടുക്കാം. പിന്നെ
നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ഐഡിയാസിനൊത്ത് നമുക്ക് ആ ഒരു സൈഡിൽ ആ ഒരു വുഡൻ കളറ്, ആ ഒരു വുഡിൻ്റെ ആ ഒരു ഇതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത്. പിന്നെ കുറച്ച് വൈറ്റ് പേൾസ് എടുത്തിട്ട് ആ ഒരു നെറ്റിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ നല്ലൊരു ഭംഗിയായിട്ട് അത് ഭയങ്കര ക്യൂട്ടായിട്ടിരിക്കും. അപ്പോൾ അതെല്ലാം ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഗോൾഡൻ ബീഡ്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അങ്ങനെയെല്ലാം നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ചെയ്യാം. പിന്നെ നമ്മൾ ആ എടുത്ത ആ ഒരു തുണിയില്ലേ, അതിനകത്തുനിന്ന് കുറച്ച് പീസസ് അതേപോലെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ തലയിൽ ഇങ്ങനെ വെക്കുന്ന ഒരു സംഭവത്തിൻ്റെ ആ ഒരു ഷേപ്പിലാക്കിയിട്ടുണ്ട്. നമുക്ക് അതൊന്ന് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ടോ ഒന്ന് കറക്റ്റായിട്ടോ ഒന്ന് ഒട്ടിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ നന്നായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒരു സ്റ്റോണിൻ്റെ ചെയിൻ എടുക്കുക. ചെയിൻ എടുത്തിട്ട് അതിങ്ങനെ കവർ ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നു. തൂക്കിയിടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ സ്റ്റോണിൻ്റെ ചെയിനൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ ബാക്കി വന്നിട്ടുള്ള ഞാൻ എടുത്ത് ഒട്ടിച്ചതേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സാറ്റൻ്റെ റിബണുണ്ട്, സാറ്റൻ തുണിയുടെ ഒരു റിബണുണ്ട്, അത് ഉപയോഗിച്ചാലും മതി. ഗോൾഡൻ കളറോ എന്ത് കളറോ വേണമെങ്കിലും അതെടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ആ ഒരു സ്ക്രൂവിൻ്റെ ആ ഒരു പോർഷനല്ലേ മുകൾ ഭാഗം, അവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കുമ്പോൾ അതും അങ്ങ് മാഞ്ഞു. അപ്പം നമ്മുടെ ഈ ഒരു എന്താ പറയുക, ഈ ഒരു സംഭവം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഓർഗനൈസർ നിങ്ങൾക്കിത് വീട്ടിൻ്റെ ഓർഗനൈസറായിട്ടും വെക്കാം, അല്ലെങ്കിൽ ചുമ്മാ ജസ്റ്റ് ഇങ്ങനെ വാളിൽ ഇങ്ങനെ തൂക്കിയിടാൻ വേണ്ടിയിട്ടും വെക്കാം. ഇങ്ങനെ നമ്മുടെ ഓർണമെൻറ്റ്സ് തൂക്കിയിടാൻ, ജ്വല്ലറീസൊക്കെ തൂക്കിയിടാൻ വേണ്ടി വെക്കാം. ഇതാകുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് ആ ഒരു മെസ്സായിട്ട് കിടക്കുന്ന അങ്ങ് ഒഴിവായി കിട്ടും. എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് ഞാനിങ്ങനെ അതിനകത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ്, വളരെ സിമ്പിളാണ്, നല്ല ബ്യൂട്ടിഫുള്ളുമാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ. ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ബൈ.